ഒന്നിലും ഗതി പിടിക്കുന്നില്ല, ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അറിയുമോ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും അത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്റർ ആണോ, ഇനി ആക്കാൻ പറ്റുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഓക്കെ ആയിരിക്കണം എന്നില്ല. പലർക്കും പല മാനസികാവസ്ഥയായിരിക്കും, പലരും പല അവസ്ഥയിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ ഇന്നലത്തേക്കാൾ ബെറ്റർ ആണോ ഇന്ന് എന്നുള്ള കാര്യം ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എന്ത് നേരിടാനുള്ള ഒരു മനക്കരുത്തും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഇതുകൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. നിരന്തരം ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സംഭവം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സക്സസിലേക്ക് എത്താനുള്ള ലെസൺസ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈ ഫെയിലിയറിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെയാണ്. ആ ഒരു റിയാലിറ്റിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നല്ല പ്ലാൻ വേണം, അതാണ് ഫസ്റ്റ് തിങ്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്തായാലും ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ഒരേപോലെ അത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇന്ന് ഒരു 50% നിങ്ങൾക്ക് ഒരു കാര്യം ബെറ്ററായി ചെയ്യാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ നാളെ അത് 1% ആയിരിക്കാം, ചിലപ്പോൾ മറ്റന്നാൾ അത് 100% ആയിരിക്കാം. ഈ ഒരു റിയാലിറ്റിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ റൈറ്റ് ടൈമിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. റൈറ്റ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. സോ എൻ്റെ നല്ല സമയം ഇപ്പോഴായിരിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് നിങ്ങൾ അതിനായിട്ട് ഇറങ്ങുക, ഓരോ പണി എടുക്കുക. അപ്പോൾ റൈറ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തൊരു കാര്യത്തിനും ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഗതി പിടിക്കില്ല എന്ന് പറയുന്നില്ലേ, ആ ഒരു കാര്യം നമ്മൾക്ക് മാറ്റിയെടുത്ത് ഗതി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എപ്പോഴും എല്ലാവരും 100% ഓക്കെ ആയിരിക്കണം എന്നില്ല, അതും കൂടെ ഒരു റിയാലിറ്റിയാണ്. ഞാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പിന്നെ ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടാനുള്ളൊരു കരുത്ത് കിട്ടും. അപ്പോൾ ഫെയിലിയർ വരുമ്പോൾ അതിനെ പേടിച്ചിരിക്കാതെ അതിനെ തരണം ചെയ്യാൻ നിൽക്കുക. ഞാനിനി എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 5 വർഷമായി. പക്ഷേ ഈ 5 വർഷത്തിൽ ഞാൻ കുറേ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിരന്തരം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായിട്ടാണ് എനിക്ക് കറക്റ്റായിട്ടൊരു പ്ലാൻ കിട്ടിയതും ഞാൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലായിരുന്നു. റൈറ്റ് ടൈം എൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത് ഉണ്ടാക്കിയെടുക്കണമെന്ന്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ കണ്ടനുഭവിച്ചറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ആരും തരാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.